സെൻട്രലിൽ ഇടാൻ പറയാനേ ഇവന്മാർ എന്തൊരു ഇവർക്ക് എന്താ അങ്ങനെ നമ്മൾ പൊക്കിയത്. ഒതുങ്ങിന്നാണ് അങ്ങോട്ട് ഇതൊക്കെ പിന്നെ എടുക്കാം. ഇന്ന് രാത്രി 10:15 10:20 ഇടയ്ക്കുള്ള ഒരു സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഇരിഞ്ചി എന്ന ഭാഗത്ത് വെച്ചാണ് അപകടം നടക്കുന്നത്. ടൂറിസ്റ്റ് ബസ്സാണ്. ആര്യങ്കോട് പഞ്ചായത്തിലെ പഴനിപ്പാറ ആ പ്രദേശത്തെ നാട്ടുകാർ, ബന്ധുക്കളും നാട്ടുകാരുമായിട്ടുള്ളവർ 49ഓളം പേരാണ് ഈ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇരിഞ്ചി എന്ന ഭാഗം എന്ന് പറയുന്നത് നല്ല കർവാണ്. ഓപ്പോസിറ്റ് ഒരു ആംബുലൻസ് വന്നപ്പോൾ സഡൻ ബ്രേക്ക് ചവിട്ടിയാണ് ഈ ബസ് സ്കിഡ് ചെയ്ത് മറിഞ്ഞതെന്നാണ് പ്രാഥമിക വിവരം പോലീസിന് ലഭിച്ചിട്ടുള്ളത്. സ്ഥലത്ത് വിവരമറിഞ്ഞെത്തിയ പോലീസ് പാർട്ടിയും നെടുമങ്ങാട് ഭാഗത്തെ ആംബുലൻസും നാട്ടുകാരും ചേർന്ന്, നാട്ടുകാരുടെ സഹകരണം വളരെ നല്ല രീതിയിലുള്ള കോപ്പറേഷനാണ് ഇന്ത്യ ഭാഗത്തുള്ള നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപകടം നടന്ന സമയത്ത് തന്നെ പൂർണ്ണമായും മുഴുവൻ ആൾക്കാരെയും ബസ്സിൻ്റെ ഗ്ലാസ് പൊളിച്ച് രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിക്കാൻ നാട്ടുകാരുടെ സഹായത്തോടുകൂടി പോലീസിന് സാധിച്ചു. പോലീസ് ജീപ്പുകളിലും ആംബുലൻസിലും മറ്റും എല്ലാ ആൾക്കാരെയും നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും നെടുമങ്ങാട് ആശുപത്രിയിൽ തന്നെ മുൻകൂട്ടി വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ഡോക്ടർമാരുടെ നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ഈ അപകടത്തിൽപ്പെട്ടവർക്ക് ലഭിച്ചത്. ആശുപത്രി ജീവനക്കാരെ എത്ര തന്നെ ഈ അവസരത്തിൽ ശ്ലാഘിച്ചാലും മതിയില്ല. അത്ര നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് അവർ നൽകിയത്. തുടർന്ന് അത്യാവശ്യം സ്കാനിങ്ങും മറ്റു ചെയ്യേണ്ട രോഗികളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. 21 പേഷ്യൻസാണ് ഇപ്പോൾ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് നെടുമങ്ങാട് ഭാഗത്ത് നിന്ന് മെഡിക്കൽ കോളേജ് അഡ്മിറ്റായിട്ടുള്ളത്. അതിൽ 9 പേര് SITയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളാണ്. 3 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള 9 കുട്ടികൾ SIT ആശുപത്രിയിൽ അഡ്മിറ്റാണ്. വെഞ്ഞാറമൂട് ഗോകുലൻ മെഡിക്കൽ കോളേജിൽ ഒരാളുണ്ട്. ഇപ്പോൾ ഇവിടെ നിലവിൽ 8 പേരാണ് നെടുമങ്ങാട് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ളത്. ഒരു ആൾ 61 വയസ്സുള്ള ദാസിനിയാണ് മരണപ്പെട്ടത്. ബാക്കി ആർക്കും തന്നെ വളരെ ഗുരുതരമായ അവസ്ഥ ആർക്കും തന്നെ ഇപ്പോൾ ഇല്ല. ബഹുമാനപ്പെട്ട നെടുമങ്ങാട് നിയോജക മണ്ഡലം MLAയും ഭക്ഷ്യ സിവിൽസ് വകുപ്പ് സപ്ലൈസ് വകുപ്പ് മന്ത്രിയുമായ ശ്രീ GR അനിൽ സാർ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ട്. അദ്ദേഹം രോഗികൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ അവിടെ ചെയ്തു വരുന്നു. ഇവിടെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ ഒഫീഷ്യൽസ്, RDO, വില്ലേജ് ഓഫീസർ തുടങ്ങിയ സകല മുഴുവൻ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും ഇവിടെ ക്യാമ്പ് ചെയ്ത് നെടുമങ്ങാട് ആശുപത്രിയിൽ ഈ ആക്സിഡൻറ്റിൽ പറ്റിയ ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ട നടപടികൾ ചെയ്തു വരുന്നുണ്ട്. മറിഞ്ഞ ബസ്സിനെ പൂർണ്ണമായും നിവർത്തി ആ സ്ഥലത്തെ ട്രാഫിക് ഗതാഗതം സുഗമമാക്കിയിട്ടുണ്ട് പോലീസ്. ആ വണ്ടി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ യാതൊരുവിധ ഗതാഗതം സുഗമമാക്കുന്ന തരത്തിലുള്ള പോലീസ് സംവിധാനം പ്രവർത്തിച്ചു. നെടുമങ്ങാട് സബ് ഡിവിഷനിലെ മുഴുവൻ പോലീസ് ജീപ്പുകളും ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. സാർ, ഇതിന് വേണ്ടി എന്തെങ്കിലും കൺട്രോൾ റൂം നമ്പറുകളോ അങ്ങനെ എന്തെങ്കിലും ലഭ്യമാണോ? ഇത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ മതി. സകല വിവരങ്ങളും നമ്മുടെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന
മുഴുവൻ രോഗികളുടെയും വീടുകളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ വീട്ടിലെ നമ്പർ കളക്ട് ചെയ്ത് വിവരം യഥാസമയത്ത് അവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് വീട്ടുകാരെ അറിയിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ട്രാഫിക്കിൻ്റെ ഒരു ടീം തന്നെ ഇവിടെ പേരാണ് യാത്രക്കാരുണ്ടായിരുന്നത് അറിഞ്ഞത്. അതിൽ 19 പേരെ ഇവിടുന്ന് ഓൾറെഡി ഷിഫ്റ്റ് ചെയ്തു. ഒരാളിവിടെ വെച്ച് മരണപ്പെട്ടു. അവരിവിടെ മോർച്ചറിയിൽ ബോഡി സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ 4 പേരുണ്ട്. സാരമായി പരിക്കുകളില്ലാത്ത ആൾക്കാരാണ്. അവർ കുറച്ച് സമയം കഴിഞ്ഞ് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ അറിയുന്നിടത്തോളം വാഹനം ഓവർ സ്പീഡായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഓവർ സ്പീഡ് കാരണം മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്ത് വണ്ടി മറിഞ്ഞു എന്നാണ് സാക്ഷികൾ എന്നുള്ള ഇപ്പം ചാനലിലൊക്കെ റോഡിലൊന്നും അങ്ങനെ ഒരു വിഷയമുള്ളതായിട്ട് നമ്മൾ അന്വേഷണത്തിൽ അറിയുന്നില്ല. ഓവർ സ്പീഡായിരുന്നു. പിന്നെ എതിർഭാഗത്ത് വാഹനം വന്നപ്പോൾ പെട്ടെന്ന് സ്പീഡിൻ്റെ ഇതുകൊണ്ട് പറഞ്ഞു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആദ്യഘട്ടത്തിലുള്ള വിവരം. അതാണ് ഗുരുതരമായ പരിക്കുകൾ നമുക്ക് ഹെഡ് ഇഞ്ചറിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ളവർ നമുക്ക് 4 പേരാണ്. അത് അറിയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും അവരെല്ലാം നമ്മളെ റിസ്ക് എടുക്കാതെ ഇപ്പോൾ സൂപ്രണ്ട് ഉണ്ടായിരുന്നു, ചെയർപേഴ്സൺ എല്ലാവരും കൗൺസിലർ നമ്മളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തതാണ്. നമുക്ക് ഇനി അവിടുത്തെ ബാക്കി ട്രീറ്റ്മെൻറ്റും സ്കാനിങ്ങൊക്കെ കഴിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള വിവരം അറിയാൻ കഴിയൂ. കുട്ടികളുണ്ട്. അല്ല, മെഡിക്കൽ കോളേജ് തന്നെ എല്ലാവരും ചെയർപേഴ്സൺ അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വിഷമം തോന്നിയൊരു കാര്യമാണ്. കാരണം ഞങ്ങൾ ആദ്യം അറിയുന്നത് സ്കൂൾ ബസ് ആണെന്നാണ് അറിഞ്ഞത്. പക്ഷെ പിന്നീട് ഫാമിലിയാണ്. അത് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിൽ പല ഫാമിലിയിലുള്ള ആൾക്കാർ ഒരുമിച്ച് സന്തോഷത്തോടെ പോയതാണ്. കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. എല്ലാവരും രാഷ്ട്രീയ പാർട്ടിക്കാർ, ഞാൻ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ GR ആന്റണി സാറ് അപ്പോൾ തന്നെ ഇടപെട്ടുകൊണ്ട് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും ഇവിടെ എത്തിക്കുകയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി എല്ലാവരും, ഈ നാട്ടിലുള്ള എല്ലാവരും, രാഷ്ട്രീയ പാർട്ടിക്കാരായിരുന്നാലും കൗൺസിലേഴ്സ് ആയിരുന്നാലും എല്ലാവരും RDO ഉൾപ്പെടെ പോലീസിൽ ഉൾപ്പെടെ നല്ലൊരു സഹായം കൊടുത്തിട്ടാണ് നമുക്ക് ഇതിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുള്ളത്. റോഡിൽ കുറേ പറയുന്നുണ്ട് റോഡിൻ്റെ കാര്യം. പക്ഷേ റോഡിൻ്റെ അല്ല, ഇവിടെ അപകടത്തിൽപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് ചോദിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഓവർ സ്പീഡ് കാരണം എതിരെ വന്ന ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കുമ്പോഴാണ് മറിഞ്ഞതാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഗുരുതര പരിക്കില്ലാത്ത 4-5 പേരുണ്ട്. അവരെല്ലാവരും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ മരണപ്പെട്ടവരുടെ ബന്ധപ്പെട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി എടുക്കാനുള്ള എല്ലാ സൗകര്യവും അവർക്ക് എന്താവശ്യമുണ്ടോ ഞങ്ങളെല്ലാവരും ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ്. എക്സ്റേ എടുക്കാനെല്ലാം ഏർപ്പാട് തൊട്ടടുത്തുള്ള നഗരസഭ തൊട്ടടുത്തുള്ള മെഡിക്കലിലേക്ക് ആക്കിയിട്ടുണ്ട്. അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി GR സാറ് മെഡിക്കൽ കോളേജിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്. പിന്നെ നമ്മളെ മറ്റൊരു വിവരം അറിഞ്ഞത് ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നൊരു സംശയമുണ്ട്. അദ്ദേഹം മിസ്സിംഗ് കൂടെയാണ്. വണ്ടി ആക്സിഡൻറ്റ് പറ്റിയോടെ ഇറങ്ങി ഓടിയെന്നാണ് പറയുന്നത്. മിനിസ്റ്റർ മെഡിക്കൽ കോളേജിലുണ്ട്. നമ്മളുമായിട്ട് എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടുന്നുണ്ട്. ഇവിടെ പറഞ്ഞാണ്.